സംഘാടക സമിതി ഓഫീസ് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സുവോളജിക്കൽ പാർക്കിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു. സംഘാടക സമിതി ചെയർമാനും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ നിന്ന് പുത്തൂരിലേക്ക് മാറ്റപ്പെടുന്ന മൃഗശാല എന്നതല്ല സുവോളജിക്കൽ പാർക്കിന്റെ പ്രത്യേകതകളെന്ന് മന്ത്രി പറഞ്ഞു. ഹോളോഗ്രാം സൂ, പെറ്റിംഗ് സൂ, സഫാരി പാർക്ക് അടക്കമുള്ള ലോകോത്തര സംവിധാനങ്ങൾ കൂടി പാർക്കിന്റെ ഭാഗമായി മാറുന്നതോടെ സഞ്ചാരികൾക്ക് നവ്യാനുഭവമായി പാർക്ക് സന്ദർശനം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 18-ന് ഉദ്ഘാടന ചടങ്ങുകളുടെ കൊടിയേറ്റം നിർവഹിക്കുന്നതോടെ കലാ-സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും. 10,000 പങ്കെടുക്കുന്ന ഘോഷയാത്രയോടെ 28-ന് വൈകിട്ട് 4:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിക്കും. ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിനി പ്രദീപ് കുമാർ, PS ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബാലസാഹിത്യകാരൻ CR ദാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ടൈംസ് മീഡിയ. ആളുകൾ പങ്കെടുക്കുന്ന വളരെ വിപുലമായിട്ടുള്ള, അവരെയൊക്കെ പങ്കാളിയാക്കാൻ പറ്റുന്ന വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നു വരികയാണ്. സമിതിയുടെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യണം എന്ന കാര്യം, അതിൻ്റെ ഭാഗമായി 2 ദിവസം മുമ്പ് നാളെ തൊട്ട് നിയമസഭ വീണ്ടും ആരംഭിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടിയുള്ളൊരു ഘട്ടത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാം എന്ന് ധരിച്ചാണ് ഇന്ന് തന്നെ വളരെ ധൃതിപ്പെട്ട് ഈ പരിപാടി ആരംഭിക്കണം എന്ന് നിശ്ചയിച്ചത്. 28-ാം തീയതി നടപ്പാക്കാൻ പോകുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമാണ്. ഇവിടേക്ക് എത്തിച്ചേരാൻ പോകുന്ന ലക്ഷക്കണക്കായ ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ നാട് ഇനിയും ഒരുപാട് ഒരുങ്ങാനുണ്ട്. സാധാരണ നിലയിൽ ഈ സുവോളജിക്കൽ പാർക്ക് ഇവിടെ സ്ഥാപിക്കുമ്പോൾ